തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ചെറുകോൾ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ മത്സരിക്കുന്ന ബിജോയ് ടി മർക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് RJDയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മാഡത്തിന്റെ പേരെങ്ങനെയാണ്? അനു ചാക്കോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ചെറുകോളിൽ എത്തിയിരിക്കുകയാണ്. ഈ വർത്തമാനകാല രാഷ്ട്രീയം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇടതുപക്ഷത്തിനുള്ള സ്പേസ് എങ്ങനെയാണ്? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം വർഷമായി. ഇവിടെ നമ്മുടെ വെച്ചിച്ചിറ പഞ്ചായത്തിൽ എല്ലായിടും ഇപ്പം നല്ലൊരു ചേഞ്ച് ഇപ്പം ഇവിടെ തന്നെ ആൾക്കാരെല്ലാവരും ഓരോ വീട്ടിലും കയറിയതൊക്കെ ഒരു ചേഞ്ച് ഇവിടെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. 1. 2, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ 9.5 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ആ ഒരു വികസനം, അതിനെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും ഇവിടെ കാണുന്നത്. മറ്റേ ഈ ഘടകകക്ഷികൾക്ക് LDF സർക്കാർ വേണ്ട പരിഗണന നൽകുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 7 സീറ്റായിരുന്നു അന്ന്. ഇപ്രാവശ്യം നമ്മൾ ചോദിച്ച സീറ്റുകളൊക്കെ തന്നെ നമുക്ക് കിട്ടി. നമ്മൾ തൃപ്തരായിട്ടുള്ള. മാഡം ഈ സംസ്ഥാനത്ത് ഉടനീളം യാത്ര ചെയ്തപ്പോഴേ LDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗമാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന അതാണ്. ഈ ബിജോയുടെ ഈ വാർഡിൽ വന്നപ്പോഴത്തേക്കിനെ എങ്ങനെയാണ് ഓരോ വീട്ടിലും വോട്ടർമാരൊക്കെ എന്തൊക്കെയാണ് പ്രതികരണം? എല്ലാ വീട്ടിലും ബിജോയ്ക്ക് നല്ലൊരു സ്വീകരണം എല്ലാവരും തന്നത്. ആരും തന്നെ എന്നാ പറയുന്നത്, ഞങ്ങൾ വോട്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇവിടെ ഒരു ചേഞ്ച് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെനിക്ക് ഓൾറെഡി BJPയുടെ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു വാർഡാണ്. അവിടുന്ന് ഒരു നല്ലൊരു വ്യത്യാസം ഇപ്പം ഉണ്ടാവും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരും. അതിന്റെ ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ 3-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് മാഡത്തിന്? തീർച്ചയായിട്ടും 3-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും. കാരണം ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ നമ്മൾ ബീഹാർ ആട്ടെ, UP, മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ്. അവർ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഒരു ചേഞ്ചസ് അവർ പറഞ്ഞാൽ അതുപോലെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ആകാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അതൊരു വലിയൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് ആത്മവിശ്വാസം? കാരണം ഇന്ന് പ്രചരണം തീരുകയാണ്. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരു നല്ലൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഓരോ വീട്ടിലും കയറും. വലിയ സ്വീകാര്യത ഞങ്ങളുടെ നാട്ടിൽ ലഭിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. വലിയ ആശയങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. വലിയ ഉയർന്ന ചിന്താശേഷിയുള്ളതും വികസനത്തെപ്പറ്റി വലിയ കാഴ്ചപ്പാടുമുള്ള ഒരു കൂട്ടം വോട്ടർമാരുടെ ഇടയിൽ മത്സരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷവും അതിൻ്റെ അഭിമാനത്തിലുമാണ് ഈ അവസാന നിമിഷത്തിൽ ഞാൻ നിൽക്കുന്നത്. അപ്പം തികഞ്ഞും ആത്മവിശ്വാസത്തിലാണ് 3-ാം ടൈമിലും പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്ന 6 മാസത്തിനുള്ള തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ച് മുന്നേറും. അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമെന്നാണ് RJDയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നമ്മളോടിപ്പം പറയുന്നത്. ചെറുകോൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.